അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ജാഹിദ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തബ്നയിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ബില്ലിംഗ്സ് ഗേറ്റ് ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു സമയം 12:30 ഇവിടെ നമുക്കൊരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം 4 മണിക്കാണ്. 4 മണിക്ക് എന്നെ കയറാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനം തീർന്നു പോകും. അപ്പോൾ ഇതൊക്കെ പോവാല്ലേ ജായ്? നിങ്ങൾ ഞങ്ങളുടെ പണ്ടത്തെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സാണ് മാർക്കറ്റിൽ പോയത്. അന്ന് ജായി ഇല്ല. അപ്പോൾ ജായിയുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മാർക്കറ്റിൽ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നീ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനും ജായും കാറിൽ കയറിയിരിക്കുന്നുണ്ട്. ഷിറയാണെന്നുണ്ടെങ്കിൽ ജായിൻ്റെ കാർ സീറ്റ് ബെൽറ്റ് ഹെഡ് സപ്പോർട്ട് ബാൻഡ് ഫിക്സ് ചെയ്യണതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഇത് ഈ സപ്പോർട്ട് ബാൻഡ് നമ്മളെപ്പോഴും ലോങ് ട്രാവൽ പോകുമ്പോഴാണ് യൂസ് ചെയ്യണത് കേട്ടോ. അവൻ ഉറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഈ സാധനം വാങ്ങിയതിന് ശേഷം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇതാ ജായി കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജായിൻ്റെ കോലം. ഇതാ ഇപ്പം ഒരു 1:30 ആയിട്ടുണ്ട്. ജായി ഉറങ്ങുകയാണ്. അപ്പോൾ ഈ ഹെഡ് സപ്പോർട്ട് ബാൻഡ് കാർ സീറ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികൾ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇത് അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങും. അവർ കഴുത്തൊന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മളിതാ ബില്ലിംഗ്സ് ഗേറ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ജായി അതിന് ശേഷം ഞാനിതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഏകദേശം പണ്ട് വന്ന ആ ഒരു ഇത് തന്നെയായിരുന്നു. എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ജായും ശരിക്കും കാറുമാണ്. കുട്ടികളെല്ലാം ഇവിടെ ഉള്ള ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അലൗഡ് അല്ല. അതുപോലെ തന്നെ സ്ട്രോളർ അല്ലെങ്കിൽ ട്രോളി ബാഗ്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ജായിൻ്റെ ഒരു സ്ട്രോളർ എടുത്തിട്ട് പോയിട്ട് അതിൽ മീൻ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല. നിങ്ങളിത് കണ്ടില്ല, ഇതുപോലെ കുട്ടി കുട്ടി സ്റ്റോൾസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട മീൻ പോയി വാങ്ങിക്കാം. കൂടുതലും ഹോൾസെയിലായിട്ടാണ് ആൾക്കാർ വാങ്ങിക്കാറ്. പിന്നെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലേക്കും ഫിഷ് മോങ്കേഴ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് മീൻ ആവശ്യത്തിന്. ഇപ്പം ഞാനും പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു നിയർലി 3 hours ട്രാവൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം മീൻ വാങ്ങി ഫ്രീസ് ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് അധികം മീൻ വാങ്ങിക്കാറുണ്ട്. ഇതെന്ത് സാധനമൊന്നും അറിയില്ല. ഇത് ഞാൻ അവിടെ ആ ഒരു സ്റ്റാളിൽ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന് ഈ സംഭവം ഉണ്ടല്ലോ, അത് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ നിന്ന് നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 40-45 കിലോ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീനെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ചെറു മീനെല്ലാം കാറിലെടുത്തൊക്കെ വേണ്ടി പോയിട്ടാണ് ഞാനും ചായയും നിൽക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. ചായ കേട്ടോ, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നല്ല അടുപ്പമാണ്. ചായ കുട്ടിച്ചില്ലാണ്. 4 മണിക്ക് മീൻ വാങ്ങിക്കാൻ പോയാൽ ഞാൻ 5:30 ആയിട്ടാണ് പുറത്തിറങ്ങിയത് കേട്ടോ. 1.5 മണിക്കൂറിനകത്തായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയേക്കാണ്. അപ്പോൾ കോഫി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ബാക്കി വിശേഷം വീട്ടിലെത്തിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ കേട്ടോ. ഇത്രയും ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മീനൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഇനിയിപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ചാക്കിയിട്ട് എന്താ പറയുക ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കാണിച്ചു തരാം. നെയ്മീൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വേണം വെക്കാനായിട്ട്. ഞാനപ്പോൾ ക്ലീൻ ചെയ്യട്ടെ. അതുപോലെ ഇത് സാൽമണാണ്. ഇതവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഇതും കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. സാൽമൺ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ പീസായിട്ട്. കാരണം ജായിക്കാണത് സാൽമൺ മെയിനായിട്ട് കൊടുക്കുക. ഇത് ചുമ്മാ ഗ്രില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി. ഫൈനലി ഒരു 1.5 മണിക്കൂറത്തെ ക്ലീനിങ് പ്രകടനം കഴിഞ്ഞിട്ട് മീനെല്ലാവരും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ മീൻ. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേലൂരി ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ ഒരു കവറിലേക്കാക്കി മാറ്റി. പിന്നെ സാലമൺ കണ്ടില്ല, ഞാനിങ്ങനെ ഒരു ചെറിയ പീസാക്കി ചായക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അയിലയാണ് കേട്ടോ. ഇത് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ തന്നെ
ഒരെണ്ണം വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണ്, പിന്നീട് നമ്മുടെ ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല, ഇന്നും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ നാളെ ആയിരിക്കും വെക്കുന്നത്, അപ്പോൾ ക്ലീൻ ചെയ്യണുള്ളൂ. പിന്നെ ഇത് സീബാസ്. പിന്നെ നമ്മൾ വാങ്ങിയത് കിളിമീനല്ലേ, അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂന്തൾ, പിന്നെ മെയിനായിട്ട് നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരിമീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യണില്ല, ഇത് അങ്ങനെ തന്നെ വെക്കാണ്. അപ്പോൾ ഇത് ഇനി നമ്മളിങ്ങനെ തന്നെയാണ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെല്ലാം ക്ലീനാക്കി, കിച്ചണൊക്കെ ക്ലീനാക്കി, വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇതേ സായിപ്പപ്പ ഉണ്ട്. സായിപ്പപ്പ ഉറങ്ങാനുള്ള പുറപ്പാട്ടിലാണ്. ഞങ്ങൾ ലഞ്ച് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചെമ്മീനും തേങ്ങയും മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും കുടപ്പുളി ഇട്ടിട്ടാണ് വയ്ക്കാറ്, പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം മാങ്ങ ഇട്ട് വെക്കുമ്പോഴാണ്. നിങ്ങൾ വെക്കാറുണ്ടോയെന്ന് എനിക്ക് ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇത് കൂർക്ക ജസ്റ്റ് എന്താ പറയുക, ഉപ്പേരി പോലെ ഉണ്ടാക്കിയേക്കാണ്. ഞങ്ങൾ ഒലത്തി എന്നാണ് പറയാറ്, കൂർക്ക ഒലത്തി. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരും വ്യത്യാസമാണല്ലോ. പിന്നെ ഞാൻ വേളൂരി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇതാണ് വേളൂരി പൊരിച്ചതും കൂർക്ക ഒലത്തിയതും. പിന്നെ എന്താ പറയുക, ചെമ്മീനും മാങ്ങയും തേങ്ങയിട്ട് വെച്ച കറിയായിരുന്നു ഞങ്ങൾക്ക് ലഞ്ചായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളിനി വേറൊരു വ്ളോഗായിട്ട് വരും. അതുവരെ ബൈ ബൈ പറഞ്ഞേ.